ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം തുടരുന്നു. യുനെസ്കോയുടെ അന്താരാഷ്ട്ര പ്രശംസ നേടിയ ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ തലസ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനമായ ക്വാണ്ടം സയൻസിനെ ലളിതമായും കൗതുകകരമായും നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് എക്സിബിഷനിലൂടെ. ശാസ്ത്രാവബോധം ചിലരിൽ ഒതുങ്ങേണ്ടതല്ല. അറിവിനെ ജനകീയമാക്കുന്ന ക്വാണ്ടം സോഷ്യൽ ജസ്റ്റിസ് എന്ന മാതൃകയാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. 11 ജില്ലകളിലെ വിജയകരമായ പര്യടനത്തിന് ശേഷം പ്രദർശനം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. പഠനകാലത്ത് ശാസ്ത്രമേഖലകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത്തരം പ്രദർശനങ്ങൾ സഹായകരമാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഈ എക്സിബിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ശാസ്ത്രശാഖയായിട്ടാണ് പൊതുവെ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതൊരു പ്രോബബിലിറ്റീസ് എന്ന് പറയുന്ന സാധ്യതകളുടെ ഒരു കലയെന്നാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ടെക്നോളജിയിലും മൊബൈൽ ഫോണിൽ നോക്കിയാൽ ശരി, അത്തരത്തിലുള്ള എല്ലാ ടെക്നോളജി ഇൻവോൾവ് ചെയ്യുന്ന ചില ബേസിക് കൺസെപ്റ്റുകളുണ്ട്. പക്ഷേ ആ കൺസെപ്റ്റുകൾ കുട്ടിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അത്ര നല്ല ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയല്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പ്രദർശനത്തിന്റെ ഭാഗമായി ശാസ്ത്ര പ്രഭാഷണങ്ങളും ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും സയൻസ് മ്യൂസിക് ബാൻഡ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ടി.കെ. രാധ, ബിബ ചൗധരി തുടങ്ങിയ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് ശ്രീജ പളത്തിന്റെ ശില്പങ്ങൾ, ക്വാണ്ടം സയൻസിലെ ഇന്ത്യൻ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന യദുനാഥിന്റെ പ്രത്യേക പെയിന്റിംഗ് പരമ്പര, ജസ്റ്റിൻ ജോസഫ് ഒരുക്കുന്ന ഐൻസ്റ്റൈനും മേരി ക്യൂറിയും, വിഖ്യാത ശാസ്ത്രജ്ഞനായ ഷ്യോംഡിംഗറുടെ ചിന്താപരീക്ഷണത്തിലെ പൂച്ച തുടങ്ങിയ കലാസൃഷ്ടികളും പ്രദർശനത്തിന്റെ ഭാഗമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.